ഒക്ടോബർ യുഎഇക്ക് ഏറെ നിർണായകമായ ഒരു മാസമാണ്. അധികൃതരെ പോലെ തന്നെ പ്രവാസികളും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ കൊറോണ കാലത്തും ലോകത്തെ ഒരു കുടക്കീഴിലാക്കി 126 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ദുബായ് എക്സ്പോയും T20 മത്സരങ്ങളും എല്ലാം ആരംഭിക്കാൻ ഇനി കുറച്ചു നാളുകൾ മാത്രമാണുള്ളത്. യാത്രക്കാരുടെ കുത്തൊഴുക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ വ്യത്യസ്തമായ ഒട്ടനവധി പാക്കേജുകളാണ് നൽകി വരുന്നത്. അത്തരത്തിൽ ഏറെ ആശ്വാസം നൽകുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ ഒന്ന് ചുറ്റി നടക്കണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ വിരളമാണ്. അവർക്കൊരു പ്രത്യേക വിസ നൽകുകയാണ് യുഎഇ. മറ്റേതെങ്കിലും രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ യുഎഇയിൽ ഒന്ന് കറങ്ങി നടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സന്തോഷ വാർത്തയുമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് രംഗത്തെത്തിയിരിക്കുകയാണ്. യാത്രക്കാർക്കായുള്ള 96 മണിക്കൂർ ട്രാൻസിറ്റ് വിസയുമായാണ് അധികൃതർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യുഎഇയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്നതിനും എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിനും മറ്റ് ഹ്രസ്വ സന്ദർശനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാണ് ട്രാൻസിറ്റ് വിസകൾ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ യുഎഇയിലേക്ക് ഓൺ അറൈവൽ വിസ സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരും യുഎഇയിലേക്ക് വിസ വേണ്ടതില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒഴികെയുള്ള യാത്രക്കാർക്കാണ് ട്രാൻസിറ്റ് വിസ ഏറെ പ്രയോജനം ചെയ്യുക. ഇവർക്ക് എളുപ്പത്തിൽ യുഎഇയിൽ സന്ദർശനം നടത്താൻ സാധിക്കും. അല്ലാത്ത പക്ഷം മുൻകൂട്ടി ടൂറിസ്റ്റ് വിസയോ വിസിറ്റ് വിസയോ എടുത്ത ശേഷം മാത്രമേ ഇവർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഈ വിസകളെ അപേക്ഷിച്ച് വളരെ ലളിതമാണ് ട്രാൻസിറ്റ് വിസ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. അതോടൊപ്പം തന്നെ ട്രാൻസിറ്റ് വിസ ലഭിക്കുന്നതിന് ആകെ വേണ്ടത് ഒറിജിനൽ പാസ്പോർട്ട്, തുടർ യാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റ്, യുഎഇയിലെ ഒരു ഹോട്ടൽ റിസർവേഷൻ എന്നിവയാണ്. തുടർ യാത്രയ്ക്കുള്ള വിമാനം ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന്റെ 8 മണിക്കൂറിനും 96 മണിക്കൂറിനുമിടയിൽ യുഎഇയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതായിരിക്കണമെന്ന് നിബന്ധന നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ വിമാനം പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നതാവരുത് എന്നതാണ് മറ്റൊരു നിബന്ധന. കൂടാതെ യുഎഇ വഴി സർവീസ് നടത്തുന്ന വിമാന കമ്പനിയെയാണ് ട്രാൻസിറ്റ് വിസയ്ക്കായി യാത്രക്കാർ സമീപിക്കേണ്ടത്. ഇവിടെ 96 മണിക്കൂർ നേരത്തേക്കുള്ള ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷ നൽകണം. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇക്കാര്യത്തിൽ ട്രാവൽ ഏജൻസികൾക്കും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കപ്പെട്ടാൽ മൊബൈൽ നമ്പറിൽ അതിന്റെ സന്ദേശം ലഭിക്കുകയും ചെയ്യും. യുഎഇയിലെത്തിയ ശേഷം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ കൗണ്ടറിലെ പാസ്പോർട്ട് ഓഫീസറെ കണ്ട് ബാക്കി നടപടിക്രമങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാനും സാധിക്കും. 96 മണിക്കൂർ അഥവാ 4 ദിവസത്തേക്ക് മാത്രമായിരിക്കും ട്രാൻസിറ്റ് വിസ അനുവദിക്കുക. ഇത് കൂടുതൽ ദിവസത്തേക്ക് നീട്ടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, ഒരു ട്രാൻസിറ്റ് വിസയിൽ ഒറ്റത്തവണ മാത്രമേ യുഎഇയിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ട്രാൻസിറ്റ് വിസ എടുത്താൽ 30 ദിവസത്തേക്ക് വരെ അതിന്റെ കാലാവധി ഉണ്ടാകും. ഇതിനിടയിൽ യുഎഇയിൽ എത്തണം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചുരുങ്ങിയത് 8 മണിക്കൂർ നേരം താമസിക്കുന്നവർക്ക് ട്രാൻസിറ്റ് വിസയ്ക്കുള്ള യോഗ്യതയുണ്ടായിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മറ്റ് വിസകളെ അപേക്ഷിച്ച് ചെലവ് കുറവാണ് എന്നതാണ് ട്രാൻസിറ്റ് വിസയുടെ സവിശേഷത. ആകെ 50 ദിർഹം മാത്രമാണ് ഇതിനായി നൽകേണ്ടത്. ട്രാൻസിറ്റ് വിസയിൽ യുഎഇയിലേക്ക് വരുന്നവർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയാൽ ഒരു കോവിഡ് PCR ടെസ്റ്റ് നടത്തണം. എയർപോർട്ടിൽ വെച്ച് നടത്തിയ ടെസ്റ്റിന്റെ ഫലം വരുന്നതുവരെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. 72 മണിക്കൂർ യുഎഇയിൽ തങ്ങുന്നവരാണെങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു ടെസ്റ്റ് കൂടി നടത്തേണ്ടി വരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.